വീഡിയോയിൽ ഫുൾ ആൻഡ് ഫുൾ നമ്മൾ യൂറോപ്യൻ അപ്ഡേറ്റ് ആണ്. യൂറോപ്യൻ അപ്ഡേറ്റിൽ ശരിക്കും പറഞ്ഞാൽ സെലൻസ്കി കൊടുത്ത പണി, ഇതിനകത്ത് പരാജയം വിജയം എന്നുള്ളതിലുപരിയായിട്ട് ഒരു വിഷയം ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചേക്കാം. ഇത്രയും ഈ ഒരു നാറ്റോ രാജ്യങ്ങളായിക്കോട്ടെ, ഈ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളായിക്കോട്ടെ, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് റഷ്യയെ ആക്രമിക്കാൻ പോകുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക, അത് നമ്മൾ ഇതിനകത്ത് നോക്കാം. പിന്നെ ഈ ഒരു യൂറോപ്യൻ യൂണിയൻസിന്റെ കപ്പാസിറ്റി, അതുപോലെ റഷ്യയുടെ കപ്പാസിറ്റി, ഇതും കൂടെ നമുക്ക് നോക്കാം. അതിലുപരിയായിട്ട് ഇന്ന് സെലൻസ്കി ട്രംപിനൊരു കത്ത് എഴുതിയിട്ടുണ്ട്, അതും നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച്, അതായത് ട്രംപിന്റെ പ്രഷർ പോളിസിയിൽ വിജയിച്ചിരിക്കുകയാണ്. അതാണ് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ വ്ളാഡിമിർ പുടിൻ ഇതിൽ നിന്നും ടോട്ടലി ഈ ഒരു നെഗോസിയേഷൻ സംസാരത്തിൽ നിന്ന് തന്നെ ടോട്ടലായിട്ട് തന്നെ മാറി നിന്നുകൊണ്ട് അയാൾക്ക് വേണ്ട കാര്യം അയാൾ സാധിച്ചെടുത്തിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അയാൾ വേറൊരു തരത്തിലുള്ള സക്സസറാണ്. ആ രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഈ ഒരു വിഷയങ്ങൾക്കെല്ലാം കാരണമായി തീർന്നത് സെലൻസ്കിയുടെ ഇപ്പോഴത്തെ തീരുമാനമാണ്. യൂറോപ്യൻ യൂണിയൻ അഥവാ നാറ്റോ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് 800 ബില്യൺ ഞങ്ങൾ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നു പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചു. 800 ബില്യൺ മനസ്സിലായി. 800 ബില്യൺ എന്തിനാണ് ഇവർ 800 ബില്യൺ പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് 800 ബില്യൺ എന്തുകൊണ്ടാണ് പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞാൽ, നാറ്റോയുടെ ഫണ്ടിങ്ങിൽ നാറ്റോയുടെ രാജ്യങ്ങളായിക്കോട്ടെ ഇവരെല്ലാം തന്നെ 2% ഇവരുടെ GDP ഇവർ ഷെയർ ചെയ്യുന്നത്. 1 ട്രില്യൺ ആണ് നാറ്റോയുടെ ആനുവൽ ബഡ്ജറ്റ്. ഈ 1 ട്രില്യണിൽ 860 ബില്യൺ ന്റെ കോൺട്രിബ്യൂഷൻ ആണ്. മനസ്സിലായോ? അപ്പൊ അതായത് ഇപ്പൊ 10 രൂപ എടുത്തു കഴിഞ്ഞാൽ 8 രൂപ US ആണ് അതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നത്. ബാക്കി 2 രൂപയാണ് നാറ്റോ സഖ്യരാഷ്ട്രങ്ങളായിട്ടുള്ള ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10ൽ 2 രൂപയാണ് ഈ മറ്റുള്ളവരൊക്കെ ഇടുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ റിയാലിറ്റി. അപ്പൊ അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ US കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 ട്രില്യണിൽ 800 ബില്യൺ അല്ലേ. അപ്പൊ ആ ഒരു 800 ബില്യൺ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ അമേരിക്കയുടെ ആ ഒരു ഗ്യാപ്പ് ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് അമേരിക്കയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് 800 ബില്യൺ ഞങ്ങൾ സ്പെൻഡ് ചെയ്യാം ഈ ഒരു 1 ഇയറിൽ എന്ന് പറഞ്ഞ് തീരുമാനിച്ചത്. അഥവാ അമേരിക്ക പോകുന്നെങ്കിൽ പൊക്കോടെ, ഞങ്ങൾ 800 ബില്യൺ സമാഹരിച്ച് ഞങ്ങൾ ഈ ഒരു ഡെഫിസിറ്റ് നികത്തിക്കോളാം എന്നുള്ള നിലയിൽ അമേരിക്കയ്ക്ക് മറുപടി കൊടുത്തതാണ്, വളരെ സോഫ്റ്റ് ആയിട്ട്. അപ്പൊ ഇതൊരു സൈഡിൽ നിൽക്കട്ടെ. ഇനിയിപ്പോ നമുക്കിപ്പോ ഇതിനകത്ത് നോക്കാനുള്ളത്, ഇപ്പൊ നാറ്റോയിലുള്ള രാജ്യങ്ങളൊക്കെ ചേർന്ന് റഷ്യയെ ആക്രമിക്കാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? സംഭവിക്കാൻ പോകുന്നത് വേറെ ഒന്നുമില്ല, നാറ്റോ ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിൽ അണുവായുധം ഉപയോഗിക്കും. ഇത് പുടിൻ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പിന്നെ അതിലുപരിയായിട്ട് നാറ്റോയിലുള്ള എല്ലാ രാജ്യങ്ങളും കൂടെ കൂടിച്ചേർന്ന് റഷ്യക്കെതിരെ ആക്രമിക്കാൻ പോയി കഴിഞ്ഞാൽ ആ ഒരു കൺവെൻഷണൽ യുദ്ധം, അതായത് അണുവായുധം ഒന്നും ഉപയോഗിക്കാത്ത രീതിയിലുള്ള സാധാരണ നോർമൽ യുദ്ധമാണെന്നുണ്ടെങ്കിൽ റഷ്യയും കുറച്ച് വീക്ക് ആവുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഓൾറെഡി തന്നെ റഷ്യ 3 വർഷമായിട്ട് യുദ്ധം ചെയ്ത് കുറെയൊക്കെ വീക്കായി ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പം എഫക്റ്റീവ് ആയിട്ട് ഇപ്പം ഇവരെല്ലാരും കൂടി ചേർന്ന് റഷ്യക്കെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ റഷ്യ ഒരു കൺവെൻഷണൽ ടൈപ്പ് വാറിന് നിൽക്കത്തില്ല. കാരണം റഷ്യക്ക് അറിയാം കുറച്ചുകൂടെ ഇങ്ങനെ കൺവെൻഷണൽ ആയിട്ട് ഇപ്പൊ ഇത്രയും രാജ്യങ്ങൾക്കെതിരെ നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളത് റഷ്യക്ക് ഓൾറെഡി തന്നെ അറിയാം. ആ ബുദ്ധി കൃത്യമായി ഉപയോഗിക്കുന്ന പുടിൻ അണുവായുധം ഉപയോഗിക്കും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ അതൊരു സൈഡിൽ നിൽക്കട്ടെ. നമ്മൾ ഇപ്പൊ നാറ്റോ രാജ്യങ്ങളിൽ അമേരിക്ക ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അത് നമുക്ക് നോക്കാം. ഇപ്പൊ അമേരിക്കയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അമേരിക്കയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 860 ബില്യൺ US ആണ് ഒരു വർഷം USA കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇവിടെ നാറ്റോയ്ക്ക്. മനസ്സിലാക്കിക്കോണം. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ജർമ്മനിയാണ്. ജർമ്മനി ഏതാണ്ട് 18 ബില്യൺ, UK 15.4 ബില്യൺ, ഡെൻമാർക്ക് 8.4 ബില്യൺ, നെതർലാൻഡ് 7.7 ബില്യൺ, സ്വീഡൻ 5.7 ബില്യൺ, ഫ്രാൻസ് 5.1 ബില്യൺ, കാനഡ 8.7 ബില്യൺ. പിന്നെ ഇത് കൂടാതെ ഒരു കോൺട്രിബ്യൂഷൻ കൂടെ ഉണ്ട്, ഒരു 11 ബില്യൺ US ജപ്പാൻ കൊടുത്തിട്ടുണ്ട്. ജപ്പാൻ യൂറോപ്യൻ യൂണിയനും അല്ല, നാറ്റോയിലെ അംഗവുമല്ല, എന്നാലും ഉക്രൈനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 11 ബില്യൺ US കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാരണം വേറെ ഒന്നല്ല, റഷ്യയെ കൊണ്ടും നോർത്ത് കൊറിയയെ കൊണ്ടും ഏറ്റവും കൂടുതൽ ത്രെട്ട് ജപ്പാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ജപ്പാൻ ഈ രീതിയിൽ റഷ്യക്കെതിരെ ഒരു കോൺട്രിബ്യൂഷൻ അവിടെ ഉക്രൈനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അമേരിക്കയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഇത് തന്നെയാണ് ട്രംപ് ആവർത്തിച്ച് പറയുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ യൂറോപ്യൻ കോണ്ടിനെന്റ് ടോട്ടലി തന്നെ വേറൊരു കോണ്ടിനെന്റ് ആണ്. എന്തിനാണ് പിന്നെ ഞങ്ങൾ ഇപ്പൊ തുടർച്ചയായിട്ട് വർഷങ്ങളോളം ഈ ഒരു പൈസ ഞങ്ങൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? ഇത് അമേരിക്കയ്ക്ക് നഷ്ടം മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആനുവൽ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ അതിന് റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു പോർഷൻ നിങ്ങളുടെ കോണ്ടിനെന്റിന്റെ സേഫ്റ്റിയാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതിലുപരിയായിട്ട് അമേരിക്ക തന്നെ സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവോട് കൂടിയാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലവിലത്തെ പ്രസിഡന്റ് ഈ ഒരു തീരുമാനം എടുത്തത്. UK പ്രൈം മിനിസ്റ്റർ സ്റ്റാർമർ ആണ് ഇപ്പൊ ഞാൻ പുതിയ സ്റ്റാർ ആണെന്നുള്ള നിലയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഉക്രൈന്റെ ഉള്ളില് UK സോൾജേഴ്സിന്റെ ബൂട്ട്സ് കാൽച്ചുവടുകൾ അവിടെ പതിക്കും എന്നാണ് പറയുന്നത്. അതായത് UK സോൾജേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് ഉക്രൈനിൽ ഇറക്കി റഷ്യക്കെതിരെ യുദ്ധം ചെയ്യിപ്പിക്കും എന്നാണ് ഈ ഒരു വാഗ്ദാനമൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത്. പാർലമെന്റിലൊക്കെ സംസാരിച്ചാണ് ഈ വിഷയങ്ങളൊക്കെ.
ആ ഒരു സാഹചര്യത്തിലാണ് UK മാത്രം മതിയോ അല്ലെങ്കിൽ ഫ്രാൻസും കൂടെ വേണോ, ഇനി മറ്റുള്ള രാജ്യങ്ങളൊക്കെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ഫാക്ട് കൂടെ നമുക്ക് നോക്കാം. റഷ്യയുടെ ഒരു മിലിറ്ററി കപ്പാസിറ്റി, അതേപോലെ തന്നെ ഈ ഒരു യൂറോപ്യൻ നേഷൻസിന്റെ ഒരു കപ്പാസിറ്റി, ഇതും കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും എവിടെയാണ് ഇവർ പൊസിഷൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു യൂറോപ്യൻ യൂണിയൻ ഇത്രമാത്രം ഒരു സ്ട്രഗിൾ ചെയ്യുന്നത്? ഇവർ ഇത്രമാത്രം കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റഷ്യ എതിർത്ത് നിൽക്കാൻ പറ്റുമായിരുന്നല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ്, ഏത് വിഷയത്തിലാണ് ഇവർ പിന്നോട്ട് വലിയുന്നത്, എന്തുകൊണ്ടാണെന്നുള്ള റീസൺ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല, ഇതാണ് ഇതിന്റെ ശരിയായുള്ള ഫാക്ട്. ടോട്ടൽ മാൻ പവർ എന്ന് പറയുന്നത് സോൾജേഴ്സ്, റിസർവ്ഡ് സോൾജേഴ്സ് ആയിട്ട് യൂറോപ്യൻ യൂണിയനിൽ 1,75,000 സോൾജേഴ്സ് ഉണ്ട്. അതേപോലെ റഷ്യയിൽ നോക്കിക്കഴിഞ്ഞാൽ 1,00,000 സോൾജേഴ്സ് ആണ് ഉള്ളത്. കാരണം ഇപ്പൊ യുദ്ധം നടക്കുന്നത് കൊണ്ട് ഒരുപാട് മാൻ പവർ അവർക്ക് ലോസ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഷോർട്ടേജ് ഉണ്ട്. അതിനി അവർ പുതിയ ആൾക്കാരെ ഹയർ ചെയ്താൽ തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അഥവാ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു യുദ്ധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ. പിന്നെ ടാങ്ക്സ്, നമ്മൾ ടാങ്ക്സ് നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ 4,377 ടാങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ റഷ്യയുടെ കയ്യിലാണെങ്കിൽ 12,000+ ടാങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ ആംഡ് വെഹിക്കിൾസ് 30,000+ ആംഡ് വെഹിക്കിൾസ് യൂറോപ്യൻ യൂണിയനിലുണ്ട്. അതുപോലെ തന്നെ റഷ്യയുടെ അടുത്ത് ഏതാണ്ട് 24,172 ടാങ്ക്സ് റഷ്യയുടെ കയ്യിലുണ്ട്. അതുപോലെ ആർട്ടിലറി ഗൺസ് നോക്കിക്കഴിഞ്ഞാൽ 6,416 ആർട്ടിലറി ഗൺസ് ഉണ്ട് യൂറോപ്യൻ യൂണിയനിൽ മൊത്തത്തിൽ. റഷ്യയുടെ കയ്യിൽ മാത്രം 18,266 ആർട്ടിലറി ഗൺസ് ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറി ഗൺസ്, സ്വയമേ തന്നെ റൊട്ടേറ്റ് ചെയ്ത് ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറി ഗൺസ്, അത് ഏതാണ്ട് യൂറോപ്യൻ യൂണിയനിൽ 1,965 ഉണ്ട്. അത് റഷ്യയുടെ കയ്യിൽ ഏതാണ്ട് 6,443 ഉണ്ട്. ഇപ്പൊ ടോട്ടൽ എയർക്രാഫ്റ്റിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ 5,392 എയർക്രാഫ്റ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ 4,418 റഷ്യയുടെ കയ്യിലുള്ളത്. ഹെലികോപ്റ്റേഴ്സ് നോക്കി കഴിഞ്ഞാൽ 2,330 യൂറോപ്യൻ യൂണിയനിലുണ്ട്. പക്ഷെ 1,665 റഷ്യയുടെ കയ്യിലുള്ളത്. ഇപ്പൊ നമ്മൾ നേവൽ വെസൽസ് നോക്കി കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ 1,385 ഉണ്ട്. റഷ്യയുടെ കയ്യിൽ 653 ഉള്ളത്. എയർക്രാഫ്റ്റ് കാരിയർ ഫ്ലീറ്റ് നോക്കിക്കഴിഞ്ഞാൽ 3 ഇൻക്ലൂഡിംഗ് UK കൂടെ ചേർത്തിട്ട്, കാരണം UK യൂറോപ്യൻ യൂണിയനിൽ പെടുന്നതല്ല, പക്ഷെ എന്നാലും UK കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 3 എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആണ് യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തുള്ളത്. പക്ഷേ ഒരേ ഒരു എയർക്രാഫ്റ്റ് കാരിയേഴ്സ് മാത്രമേ റഷ്യയുടെ ഭാഗത്തുള്ളൂ. ഡെസ്ട്രോയർ നോക്കിക്കഴിഞ്ഞാൽ 17 ഡിസ്ട്രോയർ യൂറോപ്യൻ സൈഡിലുണ്ട്. അതുപോലെ തന്നെ 14 ഡിസ്ട്രോയേഴ്സ് താരതമ്യേന ഓക്കെ ആണെന്നുള്ള രീതിയിൽ റഷ്യയുടെ കയ്യിലുണ്ടെന്നുള്ളതാണ്. ഇതിലെല്ലാം ഉപരിയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രാൻസും UK കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് 500 ആണവായുധം അവരുടെ കയ്യിലുണ്ട്, ഫ്രാൻസിന്റെയും UK കയ്യിൽ ചേർത്തിട്ട്. പക്ഷെ അതേസമയം റഷ്യയുടെ കയ്യിൽ 5,000+ ആണവായുധങ്ങൾ റഷ്യയുടെ പക്കലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്, റഷ്യയുടെ കയ്യിൽ മാത്രം. അപ്പൊ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. താരതമ്യേന ഇപ്പൊ ഈ ഒരു കമ്പാരിസൺ ചാർട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് കുറച്ച് ഡോമിനേഷൻ ഈ ഒരു ആണവായുധത്തിന്റെ സൈഡിൽ റഷ്യക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇതിലുപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പുറത്ത് കിടക്കുന്ന രാജ്യങ്ങളില്ലേ, ഇതെല്ലാം ഈ രാജ്യങ്ങളൊക്കെ പല തരത്തിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഈ രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത്രയും സാധനങ്ങൾ, ഇതെല്ലാം ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ കണക്കെല്ലാം തന്നെയും ഇത്രയും രാജ്യങ്ങളിലായിട്ട് കിടക്കുന്ന സംഗതികളാണ്. ഇതെല്ലാം ഒരു സ്ഥലത്തല്ല ഇരിക്കുന്നത്. പക്ഷേ നേരെ മറിച്ച് അപ്പുറത്തെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ റഷ്യയുടെ ഉള്ളിലാണ് ഇത്രയും സാധനങ്ങൾ ഇരിക്കുന്നത്. റഷ്യക്ക് പുടിൻ എന്ന് പറഞ്ഞ ഒരാള് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തീരുമാനിച്ച് അത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ യൂറോപ്യൻ യൂണിയനിൽ അതല്ല സംഭവം. യൂറോപ്യൻ യൂണിയനിൽ ഇതെല്ലാം കൊണ്ടുവന്ന് ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ഒരേ രാജ്യത്ത് വെച്ചിട്ട് റഷ്യ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം റഷ്യ എന്ന് പറഞ്ഞ ഒരു വലിയ രാജ്യത്തിന്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരന്ന് വിരിഞ്ഞ് കിടക്കുന്ന ബോർഡറാണ്. അപ്പൊ അങ്ങനെ ഇത്രയും വിശാലമായ ബോർഡറിൽ പല ബോർഡറുകളിലായിട്ട് പല രാജ്യങ്ങളുണ്ട്. അപ്പൊ എല്ലാ രാജ്യങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് പലതരത്തിൽ ഇത് വീതിച്ചു കൊടുക്കണം. ഈ മൊത്തത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ യൂറോപ്യൻ യൂണിയനിലുള്ള ഈ ഒരു വെപ്പൺസ് എല്ലാം തന്നെ വീതിച്ച് പങ്കുവെച്ച് കൊടുക്കണം. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി ഈ റഷ്യയെ അറ്റാക്ക് ചെയ്യാനുള്ള പവർ യൂറോപ്യൻ യൂണിയൻ കുറയും. അതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അപ്പൊ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെറുതെ റഷ്യ ആണോ ഉക്രൈൻ ആണോ യൂറോപ്യൻ യൂണിയൻ ആണോ എന്നുള്ള രീതിയിലുള്ള മത്സരം ഒഴിവാക്കിയിട്ട് ഫാക്ട് ആണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഫാക്ട് പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെയും നാറ്റോയുടെ സഹായം കിട്ടിയാൽ തന്നെയും റഷ്യയെ ചേർത്ത് തോൽപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് ഇതിന്റെ വസ്തുത. ഇത് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡേറ്റ ഇവിടെ ക്ലിയർ ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ ഒരു കൺവെൻഷണൽ വാറിന് വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയൻ തയ്യാറാകണം എന്നുണ്ടെങ്കിൽ ഇനി ഒരു 3 ലക്ഷം മുതൽ 4 ലക്ഷം സോൾജേഴ്സിനെ ഇനി ഹയർ ചെയ്യണം. ഹയർ ചെയ്ത് ട്രെയിൻ ചെയ്ത് അവരെ ഫോഴ്സിൽ റെഡിയാക്കി കൊണ്ടുവരണം. എന്നാൽ മതി. ഹയർ ചെയ്തപ്പോൾ ഇന്ന് ഹയർ ചെയ്ത് നാളെ തന്നെ അവരെ ഫീൽഡിൽ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. അവർക്ക് ശരിയായ പ്രാക്ടീസും ട്രെയിനിങ് എല്ലാം കൊടുക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം ലൈൻ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ യൂറോപ്യൻ യൂണിയൻസ് ഇങ്ങനെ മടിച്ച് നിൽക്കുന്നത്, റഷ്യയുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റാത്തൊരവസ്ഥയിൽ അവർ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അമേരിക്കയെ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞാൽ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോ യൂറോപ്യൻ യൂണിയനും റഷ്യയും തമ്മിലടിക്കുന്നു വെച്ചോ. തമ്മിലടിക്കുന്നെങ്കിൽ ഇതിനകത്ത് എന്താണ്, ട്രംപ് ഇതിനകത്ത് ഇടപെടാനേ പോകുന്നില്ല. ട്രംപ് നയിക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന ആ ഒരു രാജ്യം മാറി നിൽക്കത്തേ ഉള്ളൂ. അവരെന്ത് ചെയ്യും, ഏറ്റവും കൂടുതൽ ആയുധം വിൽക്കും.
അവർ വിറ്റ് അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും. അതായത് ഈ നാറ്റോയ്ക്ക് ഞാൻ ഒരുപാട് കോൺട്രിബ്യൂഷൻ അങ്ങോട്ട് ചെയ്തിട്ടുള്ളതല്ലേ, അപ്പം ഞാൻ പൈസ കുറെ മുടക്കിയിട്ടുണ്ട്, അപ്പൊ എങ്ങനെയെങ്കിലും ഞാൻ അത് മുതലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ബിസിനസ് താല്പര്യത്തോടു കൂടി തീർച്ചയായിട്ടും ആയുധങ്ങൾ വിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വിൽപ്പനക്കാരനായിട്ട് അമേരിക്ക നിൽക്കും. ട്രംപ് നയിക്കുന്ന അമേരിക്ക ആ രീതിയിലേ നിൽക്കുള്ളൂ. അഥവാ യൂറോപ്യൻ യൂണിയനും റഷ്യയും തമ്മിൽ ഒരു യുദ്ധം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇത് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ തീരില്ല. ഇത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായിട്ട് മാറി മാറി പോകാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ 2 തരത്തിലുള്ള ഗ്രൂപ്പുകളും ഇങ്ങനെ മാറി നിൽക്കുന്നതും പുടിൻ സൈലന്റ് ആയിട്ട് തന്നെ ഒരു മൂലയിൽ ഒതുങ്ങി അവിടെ ഇരിക്കുന്നത്. പക്ഷേ എന്ത് പറഞ്ഞാലും പുടിൻ ഒരു സ്മാർട്ട് പ്ലെയർ ആണ്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു അമേരിക്കയുടെ സഹായം ഒരു തരത്തിലും ഇല്ലാണ്ട് യൂറോപ്യൻ യൂണിയൻ സെൽഫായിട്ട് തന്നെ ഈ ഒരു ഡിഫൻസ് മേഖലയിലെല്ലാം ഈ വികസിച്ച് വരണം എന്നുണ്ടെങ്കിൽ ഒരു 25 വർഷം പിടിക്കും എന്നാണ് പറയുന്നത്. അവരുടെ എക്സാക്ട് റിപ്പോർട്ടും സ്റ്റാറ്റിസ്റ്റിക്സും ഈ ഒരു അവരുടെ തൽക്കാലമുള്ള അവരുടെ കയ്യിലുള്ള ഈ വെപ്പൺ ഡെപ്പോസിറ്റ് എല്ലാം വെച്ചിട്ട് വിലയിരുത്തിയിട്ട് പറയുന്നതാണ് ഒരു 25 വർഷം പിടിക്കുന്നു. ഓരോ രാജ്യങ്ങളും അവരുടെ ഡിഫൻസ് കാര്യങ്ങളിലൊക്കെ നല്ല വ്യക്തമായ ആധിപത്യം നേടി മുന്നോട്ട് വരാൻ 25 വർഷം പിടിക്കുന്നതാണ് പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് അടുത്ത് സെലൻസ്കിയിലോട്ട് വരാം. സെലൻസ്കി സറണ്ടഡ് അങ്ങനെ തന്നെ പറയേണ്ടി വരും. സെലൻസ്കി നിരുപാധികം ഒരു കത്ത് എഴുതിക്കൊണ്ട് ട്രംപിന് കത്ത് എഴുതിയിരിക്കുകയാണ്. ആ കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ ഈ കത്ത് വായിച്ചിട്ട് ട്രംപ് സംസാരിച്ചിട്ടുണ്ട്. കാരണം ഈ കത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഞാനൊരു നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കർ അല്ല. കോൺവെർസേഷനിൽ ചിലപ്പോൾ ചില വീഴ്ചകളോ ചില അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കത്ത് എഴുതുന്നത് എന്നുള്ള നിലയിലാണ് അയാൾ കത്ത് എഴുതിയിരിക്കുന്നത്. അതായത് ഞാനൊരു എൻഡ്ലെസ് ഒരു നോൺ സ്റ്റോപ്പ് വാർ നടത്താൻ ഉദ്ദേശിക്കുന്നതല്ല. പിന്നെ US-ഉമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് പാർട്ട്ണർഷിപ്പ് വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡീലില്ലേ, ഈ ഒരു റെയർ എർത്ത് എലമെന്റ്സിന്റെ ഡീൽ, അത് ഏത് നേരത്ത് വന്നാലും ഞാൻ ഒപ്പിടാൻ തയ്യാറാണ്. ഈ വൈറ്റ് ഹൗസിൽ നടന്ന ഒരു വിഷയത്തിൽ ഞാൻ പശ്ചാത്തപിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു, പക്ഷെ അത് അങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു പശ്ചാത്താപം, ആ രീതിയിലാണ് ആ ഒരു കത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് ട്രംപ് പ്രഖ്യാപിച്ചല്ലോ ഉക്രൈനിന് ഇനി ഒരു രീതിയിലുള്ള സഹായങ്ങളോ മിലിറ്ററി എയ്ഡോ ഒന്നും തന്നെ ഇനി കൊടുക്കാൻ പോകുന്നില്ലെന്ന് സ്റ്റോപ്പ് ചെയ്ത 48 മണിക്കൂറിലാണ് ഈ സെലൻസ്കി ആ ഒരു ട്രംപിന്റെയും സെലൻസ്കിയുടെയും ആ ഒരു ലാസ്റ്റ് മീറ്റിംഗിൽ ഉണ്ടായ ഒരു ക്ലാഷ് നേരെ യൂറോപ്പിൽ പോയിട്ട് യൂറോപ്പിലുള്ള എല്ലാ നേതാക്കളെയും കണ്ടത്, UK മീറ്റിംഗ് ഒക്കെ കൂടി എല്ലാം റിയലൈസ് ചെയ്തിട്ട് സെലൻസ്കിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് യൂറോപ്യൻ യൂണിയനെ കൊണ്ടോ UK കൊണ്ടും ഫ്രാൻസിനെ കൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള റിയലൈസ് ചെയ്തുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ് സെലൻസ്കി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സെലൻസ്കിയെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. കാര്യം വേറെ ഒന്നുമില്ല, പുള്ളി റിയലൈസ് ചെയ്തിരിക്കുകയാണ്, പുള്ളി പ്രാക്ടിക്കൽ ആയിട്ട് തിങ്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പ്രാക്ടിക്കൽ ഡിസിഷൻ പണ്ടേ എടുത്തിരുന്നെങ്കിൽ ഒരുപാട് സ്ഥലം ഉക്രൈന്റെ സ്ഥലം സേവ് ചെയ്യാമായിരുന്നു. അതിന് പകരം പുള്ളി ഇങ്ങനെ നീണ്ട് പുള്ളി ഇങ്ങനെ പിരികേറ്റി വിടാൻ ആൾക്കാരുണ്ടായിരുന്നു. കാരണം ബൈഡൻ ഉണ്ടായിരുന്നു. ബൈഡൻ ഇങ്ങനെ പോകുമ്പോഴെല്ലാം പോക്കറ്റ് മണി കൊടുത്ത് ഇങ്ങനെ പുഷ് ചെയ്ത് ഈ യുദ്ധം ഇങ്ങനെ നടത്തിപ്പിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ ഉക്രൈന്റെ വാറല്ല, ബൈഡന്റെയും ഈ ഒരു ഡീപ് സ്റ്റേറ്റിന്റെ ഒക്കെ വാറായിരുന്നു. അതാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് ഉക്രൈനിലെ സെലൻസ്കി നല്ലൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇറ്റ്സ് എ ഗുഡ് ഡിസിഷൻ. പക്ഷെ ഇവിടെ തോറ്റത് വേറെ ആരുമില്ല, തോറ്റത് യൂറോപ്യൻ യൂണിയനാണ്. യൂറോപ്യൻ യൂണിയനാണ് നിരുപാധികം പരാജയപ്പെട്ടിരിക്കുന്നത് അമേരിക്കയുടെ മുന്നിൽ, കൂപ്പുകുത്തി വീണിരിക്കുകയാണ്. സെലൻസ്കി എന്തായാലും നല്ല തീരുമാനം എടുത്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളെങ്കിലും രക്ഷപ്പെടുത്തി എടുത്ത് ആ ജനങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ള ജീവിതം അവിടെ ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് വിചാരിക്കാം. ഗുഡ് ഡിസിഷൻ, ബ്രില്യൻ ഡിസിഷൻ ആണ് സെലൻസ്കി എടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് സെലൻസ്കി ഒരു വീഡിയോ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സെലൻസ്കി. ഇപ്പൊ യൂറോപ്യൻ യൂണിയന് സംഭവിക്കാൻ പോകുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ അമേരിക്കക്കെതിരെ തിരിഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ചില മീറ്റിംഗും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അമേരിക്കക്കെതിരെ ഞങ്ങൾ ബഡ്ജറ്റ് ഇട്ട് നാറ്റോയിൽ ഞങ്ങൾ 800 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുള്ള രീതിയിലുള്ള ഡ്രാമ നാടകങ്ങളൊക്കെ ഇറക്കിയതുകൊണ്ട് തന്നെ ഇപ്പം അമേരിക്കയും ഫണ്ട് ഉക്രൈന് കൊടുത്തിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻസിലും പല രാജ്യങ്ങൾ UK ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത ഫണ്ടെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിന് മുമ്പ് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്ത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഉക്രൈന് തീരുമാനിക്കാമായിരുന്നു റെയർ എർത്ത് എലമെന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഉക്രൈന്റെ അസറ്റുകൾ പങ്കുവയ്ക്കുമ്പോൾ, കാരണം പൈസ കൊടുത്തിട്ടുണ്ടല്ലോ, അവരൊക്കെ ലോൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അമേരിക്ക കൊടുത്തിരിക്കുന്ന എയ്ഡാണ്. അപ്പൊ ആ എയ്ഡ് തിരിച്ചു വയ്ക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അമേരിക്ക ഒറ്റയ്ക്ക് 160 ബില്യൺ തന്നിട്ടുണ്ടെന്ന് ഉക്രൈൻ പറയുമ്പോഴത്തേക്ക് അമേരിക്കയുടെ കയ്യിൽ 350 ബില്യന്റെ റെക്കോർഡൊക്കെയാണ് അമേരിക്കയുടെ കയ്യിലുള്ളത്. കാരണം ഈ അമേരിക്കയിൽ നിന്ന് വെപ്പൺ കൊടുത്ത കണക്കും കൂടെ ചേർത്തിട്ട് വേണം ഇത് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ക്യാഷ് എയ്ഡ് എത്ര കൊടുത്തു, ഈ വെപ്പൺ എയ്ഡ് എത്ര കൊടുത്തു എന്നുള്ളതൊക്കെ അതിനകത്ത് കണക്കുകൾ ഇനിയും കൃത്യമായിട്ട് പുറത്തു വരേണ്ടതുണ്ട്. അന്ന് തന്നെ സെലൻസ്കി ഇത് പത്രസമ്മേളനം വിളിച്ച് പറയുന്നു പറഞ്ഞിട്ട് പിന്നെ ഈ വിഷയം പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ യുദ്ധമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവുകളൊക്കെ ഉണ്ടാവും. സെലൻസ്കിയുടെ പോക്കറ്റിൽ ഇനി പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനി പുള്ളി പുറത്തു പറയേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. പൊതുവിൽ നമ്മളിപ്പോ 160 ബില്യൺ അമേരിക്കയുടെ കണക്ക് പെടുത്തി കഴിഞ്ഞാലും ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞ കണക്ക് ജർമ്മനി 18 ബില്യൺ തൊട്ട് ജപ്പാൻ 11 ബില്യൺ വരെയുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് ഉക്രൈന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ച് ഓരോരുത്തർക്കും ഇങ്ങനെ സ്ഥലം വീതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി അമേരിക്ക തീരുമാനിക്കും. കാര്യം വേറെ ഒന്നുമല്ല, ഇതിനു മുമ്പ് ജർമ്മനിക്കൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ യൂറോപ്യൻ യൂണിയനിൽ ഈ ഒരു ഉക്രൈന്റെ ഉള്ളിലുള്ള അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് റെയർ എർത്ത് മിനറൽ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള നെഗോസിയേഷൻ പോലും യൂറോപ്യൻ യൂണിയനിൽ പറ്റത്തില്ല. ഉക്രൈന്റെ ഉള്ളിലുള്ള റെയർ എർത്ത് എലമെന്റ്സിന്റെ ലോട്ടറി ട്രംപിന് തന്നെയാണ് അടിച്ചിരിക്കുന്നത്. ഇപ്പൊ അവിടെ ട്രംപ് അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കയറി അത് എടുക്കും. കാരണം ഉക്രൈനിൽ പൈസ ആവശ്യമുണ്ട്, അവിടെ റീബിൽഡിംഗ് ചെയ്യേണ്ടതുണ്ട് രാജ്യം.
യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നാശനഷ്ടങ്ങളൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ രാജ്യത്തിന് റീകൺസ്ട്രക്ഷനും റീബിൽഡിങ്ങിനും പൈസ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും അമേരിക്ക അല്ലെങ്കിൽ വേറൊരു രാജ്യം അതിനകത്ത് കൈവെക്കും. ചൈനയൊക്കെ വളരെ ഡീസന്റ് ആയിട്ട് പോയിട്ട് ഡീൽ വെച്ച് പൈസ കൊടുത്ത് അവിടുത്തെ റെയർ എർത്ത് എലമെന്റ്സ് ഒക്കെ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ചില വാർത്തകൾ ഹൈലി ഒഫീഷ്യലായിട്ട് പുറത്തു വരുന്നുണ്ട്. അത് വേറെ 6 ആണവായുധം ഉണ്ടാക്കാൻ പാകത്തിനുള്ള യുറേനിയം എൻറിച്ച്മെന്റ് ചെയ്ത് അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് ഇറാൻ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് തന്നെ അവർക്ക് 6 ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഈ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് അമേരിക്ക ഇറാന്റെ പുറകിൽ തന്നെ കൂടിയിരിക്കുന്നത്. കാര്യം വേറെ ഒന്നല്ല, ഇറാനെ എങ്ങനെയെങ്കിലും വരിഞ്ഞു മുറുക്കി ഈ ഒരു ന്യൂക്ലിയർ ഡീലിൽ സൈൻ ചെയ്യിപ്പിക്കണമെന്നാണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പുടിനെ ഇപ്പൊ കളത്തിലിറക്കി വിട്ടിരിക്കുന്നത്. പുടിൻ ഇത് ഒരു വിധത്തിൽ സോൾവ് ചെയ്തെടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്ന നോക്കാം. കാരണം അമേരിക്ക ഡയറക്റ്റായിട്ട് ഒരിക്കലും ഇനി ഇറാനുമായിട്ടൊരു ഡിസ്കഷൻ നടത്താൻ പോകുന്നില്ല. ശരിക്കും ഇനി റഷ്യ ആയിരിക്കും ഉള്ളിൽ ഇറങ്ങി കളിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിലുപരിയായിട്ട് ഇറാനുമായിട്ട് ചെറിയൊരു ഡിസ്റ്റൻസിൽ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനും ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അമേരിക്ക. കാര്യം വേറെ ഒന്നുമില്ല, റഷ്യയുമായിട്ടുള്ള ഒരു ഡീൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനി ഇസ്രായേൽ ഇറാനുമായിട്ട് ഇടപെടാൻ. ആ രീതിയിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട്. കാര്യം വേറെ ഒന്നുമില്ല, ഇസ്രായേലിന് ഇപ്പൊ ഏറ്റവും കൂടുതൽ ത്രെട്ട് വരുന്നത് തുർക്കിയുടെ ഭാഗത്തു നിന്നാണ്. തുർക്കിയുടെ ഭാഗത്ത് നിന്ന് സിറിയയുടെ കുർദിഷ് കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നാണ് വരുന്നത്. കാര്യം വേറെ ഒന്നുമില്ല, ഈ അമേരിക്ക നിരുപാധികം ഈ കുർദിഷുകളെ ഇങ്ങനെ വെള്ളത്തിലാക്കിയിട്ട് അവർ പോയി. അവർ പലപ്പോഴും ഇങ്ങനെയാണ്. അവർ അഫ്ഗാനിസ്ഥാനിൽ താലിബാനെടുത്ത് ഇതേപോലെ തന്നെ പരിപാടി കാണിച്ചത്. കുർദുകളുടെ സെക്യൂരിറ്റിയും അവർ നിരുപാധികം പിൻവലിച്ചുകൊണ്ട് അവർ പോയിരിക്കുകയാണ്. ഇപ്പൊ ഈ കുർദിഷ് കമ്മ്യൂണിറ്റി ശരിക്കും തുർക്കിയുടെ അടുത്ത് സറണ്ടർ ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാല് തുർക്കി ഏറ്റവും കൂടുതൽ പിടിമുറുക്കുന്നുണ്ട് ഈ ഒരു കുർദിഷ് മേഖലയിൽ. അവർ ഓൾറെഡി തന്നെ അതിന്റെ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഈ കുർദിഷ് മേഖലയിൽ ഏറ്റവും കൂടുതൽ തുർക്കിയുടെ ഇൻഫ്ലുവൻസ് വരുന്നത് ഇസ്രായേലിന് അത്ര നല്ലതല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിറിയയുടെ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഗോലാൻ ഹൈറ്റ്സ് ഭാഗങ്ങളിലൊക്കെ ഈ ഒരു കുർദിഷ് ആർമി എന്ന് പറയപ്പെടുന്ന രീതിയിലുള്ള തുർക്കിഷ് ആർമികൾ വന്ന് കടന്നു കയറി ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ തുർക്കിയും ഇസ്രായേലും കൺഫ്രണ്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇതേ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബേസ്, അഥവാ അമേരിക്ക ബേസ് വേണം. ഇനി അമേരിക്ക ബേസ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റഷ്യൻ ബേസ് എങ്കിലും അവിടെ വേണം. എന്നാൽ മാത്രമേ ഈ തുർക്കിയെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റൂ. അല്ലെങ്കിൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് സിറിയയുടെ ഭാഗത്ത് ഇസ്രായേലിന് പോകേണ്ടി വരും തുർക്കികളുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് നിലവിലെ ഇപ്പം മിഡിൽ ഈസ്റ്റിലുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ സാഹചര്യം. അപ്പൊ എന്തായാലും സമഗ്രമായ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.